ശ്രീ കെ ഡി പ്രസേനൻ. സർ, പശ്ചിമഘട്ട മലനിരകളിലെ മനോഹാരിതയും ഇടനാട്ടിലെ വയലേലകളും മറ്റ് കൃഷിയിടങ്ങളും അതുപോലെ തന്നെ തീരദേശത്തിലെ കടലോരവും കായലോരവും കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ പറുദീസയാണ് കേരളം. ഇത്തരം പരിസ്ഥിതി സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടതിലും നിലനിർത്തുന്നതിലും കാലാവസ്ഥയ്ക്ക് അതീവ പ്രാധാന്യമാണുള്ളത്. ആ കാലാവസ്ഥയിൽ രൂപപ്പെട്ടു വരുന്ന ഭീതിജനകമായ വ്യതിയാനത്തെ നേരിടാൻ ഈ ടൂറിസം മേഖലയിൽ ഏത് നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ആലോചിക്കുന്നത്? സാർ, ഈ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ പരിശോധിച്ച് ഡിസൈൻ ചെയ്ത നിർമ്മാണം എന്നതാണ് പൊതുവെ ഡിസൈൻ പോളിസി മുന്നോട്ട് വെക്കുന്ന നിലപാട്. സാർ, ഡിസൈൻ പോളിസി ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ കേരളത്തിൽ പെട്ടെന്ന് വന്നതല്ല സാർ. അത് സമയമെടുത്താണ്. 2 വർഷം മുമ്പ് അതിൻ്റെ ഒരു ശില്പശാല കേരളത്തിൽ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടക്കുകയുണ്ടായി. ആ ശില്പശാലയിൽ നമ്മുടെ രാജ്യത്തെ മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്ത് വിവിധ സെഷനുകളിലായി 2 ദിവസം സമയമെടുത്ത് ചർച്ച ചെയ്തു. ആ ചർച്ചയ്ക്ക് ശേഷം അത് വിവിധ വകുപ്പുകളുമായി ചർച്ച ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ടൂറിസം പൊതുമരാമത്ത് മേഖലയിൽ ഒരു ഡിസൈൻ പോളിസി എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായി പരിസ്ഥിതി സൗഹാർദ്ദമായ നിർമ്മാണം ലക്ഷ്യം വെക്കുകയാണ് സാർ. ഇവിടെ അതോടൊപ്പം നെറ്റ് സീറോ ഡെസ്റ്റിനേഷൻ എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഗ്രീൻ എനർജി പ്രോത്സാഹിപ്പിക്കുക, പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, മിയാവാക്കി വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സാർ. അത് നമുക്ക് നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. നേരത്തെ ഇവിടെ നോ ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോഴാണ് വ്യക്തത വന്നത്. ഓവർ ക്രൗഡ് ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ നോ ലിസ്റ്റ് പെടുത്തിയാണ്. അതൊരു പ്രശ്നമാണ് സാർ. ഇപ്പോൾ ഓവർ ടൂറിസം ബാധിക്കുന്ന നിലയിലേക്ക് വരുന്നുണ്ട്. അത് നേരത്തെ തന്നെ കണ്ടുകൊണ്ടാണ് ഒരു ഇടപെടൽ എന്നുള്ള നിലയിൽ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഉൾപ്പെടെ വന്ന് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഡെവലപ്പ് ചെയ്ത് അതിനെ മറികടക്കാനുള്ള ശ്രമവും നടത്തിയത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മറികടക്കുന്നതിന് ടൂറിസം മേഖലയിൽ സാധ്യമാകുന്ന ഇടപെടലുകൾ എല്ലാവരോടും ഡിസ്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നുണ്ട്.